ബാലാമണിയോ? അവൾ ആര്? നമ്മുടെ നൊമ്പരപ്പൂ നിങ്ങളുടെ ഏഷ്യാനെറ്റിൽ. ബാലാമണി, 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 ബാലാമണി. ബാലാമണി, ബാലാമണി. ജയേ, ബാലാമണിയെ കണ്ടോ? ചന്ദ്രേട്ടാ, ബാലാമണിയെ കണ്ടോ? ബാലാമണി, നീ ഇതെവിടാ? ചെമ്പരത്തി നമസ്കാരം. എന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? എനിക്കറിയാം അത്ര പെട്ടെന്നൊന്നും നിങ്ങൾ ആരും എന്നെ മറക്കില്ല എന്ന്. എന്നാലും ഞാൻ എൻ്റെ പേര് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ബാലാമണി. എന്താ എൻ്റെ പേര് മാറ്റിയെന്നാണോ? ഏയ് ഇല്ല, എൻ്റെ പേരിപ്പോഴും പഴയത് തന്നെയാ. പക്ഷേ ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ബാലാമണിയായിട്ടാ. ഏത് ബാലാമണി എന്നാവും? നൊമ്പരപ്പൂവിലെ നിങ്ങൾ കാണാൻ കാത്തിരുന്ന ബാലാമണി. കാറ്റിലാടി തോറ്റമാടും നൊമ്പരത്തിപ്പൂ, കാറ്റിലാടി തോറ്റമാടും നൊമ്പരത്തിപ്പൂ, പൂവിറുക്കാൻ ആരു വന്നടി ചെമ്പരത്തിപ്പൂ, പൂവിനിതളിൽ 1000 തരി കണ്ണുനീർപ്പൂവ്. നമസ്കാരം. എന്റെ പേര് അനിത. യഥാർത്ഥ പേര് അനിതയെന്നല്ല കേട്ടോ. നൊമ്പരപ്പൂവിലെ ബാലാമണിയും ഞാനുമായിട്ട് എന്ത് ബന്ധമാണെന്നായിരിക്കും നിങ്ങളിപ്പോ ആലോചിക്കുന്നത്. ഉണ്ട്, ഒരുപാട് ബന്ധങ്ങളുണ്ട്. ബാലാമണിയുടെ ജീവിതത്തിൽ ഞാനൊരു ഉപകാരമാണോ ഉപദ്രവമാണോ എന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ തന്നെ കണ്ട് തീരുമാനിക്കണം. പൂവിറുക്കാൻ ആരു വന്നടി ചെമ്പരത്തിപ്പൂ, പൂവിനിതളിൽ 1000 തരി കണ്ണുനീർപ്പൂവ്. ചെമ്പരത്തി നൊമ്പരപ്പൂ എന്ന പരമ്പരയുടെ സ്പെഷ്യൽ പ്രോഗ്രാമാണിതെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ബാലാമണി വന്നു, അനിത വന്നു, പിന്നെന്തിനും ഞാനിവിടെ വന്നിരിക്കണം? കാരണമുണ്ടല്ലോ. അതെ, ഞാനും ഈ പരമ്പരയിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ഓ, ആ കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞില്ല അല്ലേ? പറയാം, രാധിക. നല്ല പേരല്ലേ? കേൾക്കാൻ സുഖമുള്ള, വിളിക്കാൻ സുഖമുള്ള നല്ല പേര്. പക്ഷേ അതെ, ആ പക്ഷിയാണ് പ്രശ്നം. ബാലാമണി അനിതയുള്ളപ്പോ എനിക്കെന്താ കാര്യമെന്നോ? കാര്യമുണ്ട്, കാരണവും ഉണ്ട്. തുക എഴുതിയിട്ടില്ല, എത്ര വേണമെങ്കിലും എഴുതിയെടുത്തോളൂ. പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവണ്ട. എനിക്ക് അല്പം സ്വസ്ഥത വേണം. കുറച്ചു കാലമെങ്കിലും എല്ലാവരിൽ നിന്നും ഓടി ഒളിച്ച് എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം. അപ്പോ ഞാനാണോ സ്വസ്ഥത തരാതെ? സേതുവേട്ടന് ഇഷ്ടമല്ലേ കുറച്ചു കാലത്തേക്ക് ഞാൻ മാറി നിൽക്കാം. പക്ഷേ സേതുവേട്ടന് സ്വസ്ഥത കിട്ടിയെന്ന് അറിയുമ്പോ ഞാൻ തിരിച്ചു വരും. എനിക്ക് ഈ സാമീപ്യത്തിലേക്ക് തിരിച്ചെത്തിയ മതി. കണ്ടില്ലേ, ഇതാണ് ഞാൻ. എന്താ ഞാനിങ്ങനെ ആവാൻ കാരണം? ഒരു പെൺകുട്ടിക്ക് ജാതിയും മതവും നോക്കാതെ
ഒരു പുരുഷനെ ഇഷ്ടപ്പെടാൻ പാടില്ലേ? പാടില്ല. പാടില്ല എന്ന് ഞാനല്ല പറയുന്നേ, നിങ്ങൾ ഞാനിവിടങ്ങുന്ന ഈ സമൂഹം ഒന്നിച്ച് ഒറ്റക്കെട്ടായി പറയുന്നു പാടില്ല. ആ പാടില്ലായ്മയെ ധിക്കരിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? തനദിന്ദിനദിന്ദിനാനാരോ തകദിന്ദഗതാരോ തനദിന്ദിനദിന്ദിനാനാരോ തനദിന്ദിനദിന്ദിനാരോ തനദിന്ദിനദിന്ദിനാരോ തനദിന്ദിനദിന്ദിനദിന്ദിനാരോ തകദിന്ദിനാരോ. എത്ര പെട്ടെന്നാണ് എൻ്റെ ജീവിതത്തിൽ കാറും കോളും നിറഞ്ഞത്. ഈ ലോകത്ത് ഒരു പെൺകുട്ടിക്കും ഉണ്ടാകാത്ത, ആർക്കും ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പ്രതിബന്ധങ്ങളായിരുന്നു എനിക്ക് ചുറ്റും. അച്ഛൻ, അമ്മ, സഹോദരൻ, നാത്തൂൻ എല്ലാവരും എൻ്റെ ശത്രുക്കളായി. നീ ആശുപത്രിയിൽ അവന്റെ വിവരം നാട് നീളെ നാണം കെട്ട് നടക്കാനും നിനക്ക് വേണ്ടി തല്ലുകൊള്ളാനും ഞാൻ ആ എന്റെ അടുത്ത് വന്ന് നല്ല വാക്കുപോലും പറയാതെ അവനെ കാണാൻ പോലും ചാകണം അല്ലെ കൊല്ലണം. ഇങ്ങനെ ഒരുത്തെ ഇവിടെ പൊറുപ്പിക്കുന്നതിനേക്കാൾ നല്ലതാ. ചന്ദ്രനെ വീണ്ടും പോലീസുകാരെ കൊണ്ട് തല്ലിക്കണം. ഇവൾ അവനെ കാണാൻ പോയത്. പോയിക്കോ, എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ. ഇനി നീ ഈ വീട്ടിൽ നിന്നാ ആ നിമിഷം ഞാൻ ഇവിടെ ഇറങ്ങും. അച്ഛനെ അമ്മയെ വിളിച്ച് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് എന്റെ വീടാ. നിനക്കുള്ള നേരത്തെ തന്നു കഴിഞ്ഞു. നീ എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ. ഇനി നിന്നെ ഇവിടെ കണ്ടുപോയത്. ചന്ദ്രൻ നീ വന്നേ. അയ്യോ എന്നെ വിട്. അയ്യോ രക്തബന്ധവും ഭർത്തൃബന്ധവും ശത്രുക്കളുടെ ആവനാഴിയിലെ ഒഴിയാത്ത ആയുധങ്ങളായപ്പോ പിടിച്ചു നിൽക്കാൻ, ജീവിക്കാൻ എനിക്കും ആയുധം എടുക്കേണ്ടി വന്നു. പക്ഷേ യുദ്ധക്കളത്തിലിറങ്ങും മുമ്പേ ആയുധം എനിക്ക് നഷ്ടപ്പെട്ടു. താഴെയോരം കേറി വന്നൊരു വണ്ടിണപ്പൂവ്, തേൻ കുടിക്കാൻ ആരു വന്നടി വേദനപ്പൂവേ, താഴെയോരം കേറി വന്നൊരു വണ്ടിണപ്പൂവ്. പണ്ട് ഞാൻ ദേവന്റെ കാമുകയായിരുന്നു. പക്ഷേ ദേവൻ എൻ്റെ കാമുകനായിരുന്നില്ല. ഇന്നലെ വരെ ഞാൻ സേതുവിൻ്റെ ഭാര്യയായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ചിഞ്ചുമോളുടെ അമ്മ മാത്രമാണ്. സ്വന്തം വീട്ടിൽ നാത്തൂൻ്റെ പെരുമാറ്റം അസഹ്യമായപ്പോൾ, ഭർത്തൃവീട്ടിൽ അമ്മായിയമ്മയുടെ പോര് രൂക്ഷമായപ്പോൾ ഈ ഉള്ളവളുടെ ഗതി ഒരു ചോദ്യചിഹ്നമായി. നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ബാലാമണിയുടെ, ഈ നൊമ്പരപ്പൂവിൻ്റെ ഗതി നിശ്ചയിക്കാനാവൂ? വിധിയെ പഴിക്കാനൊന്നും ഞാനില്ല. ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ കെട്ടി. പക്ഷെ ജീവിതം തുടങ്ങും മുമ്പേ അവൾ എനിക്ക് അന്യായി. കാരണം ഇന്ന് വീണ്ടും ഒരു ജീവിതം തുടങ്ങാൻ കാലെടുത്ത് വയ്ക്കവേ കൊടുങ്കാറ്റായി എല്ലാം തകർത്തെറിയാൻ അവൾ പിന്നെ എൻ്റെ മുന്നിലെത്തി. ബാലാമണി. വാമോളെ. മുള്ളുകൊണ്ടു മുറിഞ്ഞതെന്തി ചെങ്കവിൾ പൂവ്, ചോരയിട്ടു നിറം പകർന്നേ ചെങ്കരൾ പൂവ്. മുള്ളുകൊണ്ടു മുറിഞ്ഞതെന്തി ചെങ്കവിൾ പൂവ്, ചോരയിട്ടു നിറം പകർന്നേ ചെങ്കരൾ പൂവ്. നൊമ്പരപ്പൂവിന്റെ ക്ഷണക്കത്ത്.